കെ.പി.സി.സി യോഗത്തിൽ വി.എം. സുധീരനെതിരെ രൂക്ഷ വിമർശനം. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സുധീരൻ സ്ഥാനമൊഴിയണമെന്ന് കെ. ബാബു. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും മദ്യനയം പ്രായോഗികമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയത് എന്നും കെ. ബാബു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എം.ആർ. സജേഷ് ചേരുന്നു. സജേഷ്, ആദ്യ വെടിപൊട്ടിച്ചത് വി.ഡി. സതീശനായിരുന്നു, തുടർന്ന് എം.എം. ഹസൻ, ഇപ്പോൾ കെ. ബാബുവും. എങ്ങനെയാണ് പാർട്ടിയിലെ നിലപാടിലെ വിവിധ ഗ്രൂപ്പുകളിലെ ഒരു പൊതുവികാരം സുധീരനെതിരെ? അരുൺ, ക്യാമ്പ് എക്സിക്യൂട്ടീവ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേതാക്കളുടെ മറുപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞു കഴിഞ്ഞു. വിവാദ വിഷയങ്ങളിൽ ഒന്നും സ്പർശിക്കാതെയുള്ള മറുപടിയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും പിന്തുണച്ചില്ല. അത് പരാജയത്തിന് ഇടയാക്കി. ഒന്നിച്ചു നിന്നാൽ ഇനിയും വിജയിക്കാം. പിന്നെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് രമേശ് ചെന്നിത്തലയുടെ മറുപടി പ്രസംഗത്തിൽ ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഹസൻ തുടങ്ങി വെച്ചത് ഇന്ന് മറ്റ് എ ഗ്രൂപ്പ് നേതാക്കളും തുടർന്നു. വി.എം. സുധീരൻ മാറണമെന്ന പൊതുവികാരമാണ് എ ഗ്രൂപ്പ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ഇന്ന് കെ. ബാബു വളരെ വികാരാധീനായി തന്നെ കെ.പി.സി. എക്സിക്യൂട്ടീവിൽ സംസാരിച്ചു. ആർക്കും വേണ്ടാത്ത ഒരാളായി എന്നെ മാറ്റി, മദ്യലോബിയുടെ ആളെന്ന നിലയിൽ മുൾമുനയിൽ നിർത്തി. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അപ്രായോഗികമെന്ന് ഉറപ്പുള്ള മദ്യനയം നടപ്പാക്കാൻ തീരുമാനിച്ചത്. മദ്യനയം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ഒപ്പം ഉമ്മൻചാണ്ടി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല. ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ്. സമാനമായ ഉത്തരവാദിത്തം പാർട്ടിക്കും ഉണ്ടെന്ന് സുധീരനെ ലാക്കാക്കി കെ. ബാബു പറഞ്ഞു. തുടർന്ന് സംസാരിച്ച ശിവദാസൻ നായരും അതേ തരത്തിൽ തന്നെയാണ് സംസാരിച്ചത്. അടിയന്തര സംഘടനാ പുനഃസംഘടന വേണം. സംഘടനാ പുനഃസംഘടന അല്ലാതെ ഇനി പാർട്ടിയെ രക്ഷിക്കാൻ മറ്റു വഴികളില്ല. മദ്യനയത്തിൽ തുടങ്ങിയ കുഴപ്പം ഇപ്പോഴും തീർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിലും അതാണ് ബാധിച്ചതെന്നാണ് ശിവദാസൻ നായർ ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞത്. തോറ്റ എം.എൽ.എമാരായിരുന്നു പിന്നീട് സംസാരിച്ചത്. അതിനുശേഷം ഇപ്പോൾ നേതാക്കളുടെ മറുപടി പ്രസംഗം നടക്കുകയാണ്. വി.എം. സുധീരൻ ഏറ്റവും ഒടുവിലായാണ് മറുപടി പറയുക. അരുൺ. എം.ആർ. സജേഷ് വിവരങ്ങൾ നൽകിയത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി മുൻ മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അറിവോടെ എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി. സുധാകരൻ. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. സ്വകാര്യ ആശുപത്രിയുടെ മറവിൽ ഏക്കർ കണക്കിന് വയലുകൾ നികത്താൻ ശ്രമിച്ചത് ഉൾപ്പെടെ നിരവധി ക്രമക്കേടുകളാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്നത്. ഹരിപ്പാട് സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ മറവിൽ ഏക്കർ കണക്കിന് നിലനികത്താനുള്ള നീക്കമാണ് വിവാദമായിരിക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കുന്ന മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നതായും മുൻ ആഭ്യന്തരമന്ത്രിയുടെ അറിവോടെയാണ് ഇത് നടക്കുന്നതെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി. സുധാകരൻ പറഞ്ഞു. ആർക്ക് നോക്കിയാലും തെറ്റല്ലേ ഇത്? എന്താ രമേശ് അറിയില്ലേ? ഞാനൊന്നും അറിഞ്ഞല്ലേ രാമനാരായണ, പിന്നെ എന്തോ പുള്ളിയുടെ ജോലിയോടെ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അയാൾ ചെയ്തതെന്ന് ഞാൻ ആരോപിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്തതാണെന്നോ അദ്ദേഹത്തിൻ്റെ പേര് കേസൊന്നും അല്ല, ഞങ്ങളതൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് അറിയാതെ റീച്ചോടെ പറഞ്ഞത് എന്തുകൊണ്ട് തടഞ്ഞില്ല? ഇപ്പം എഞ്ചിനീയർമാർ കുടുംബം അത്രയേ ഉള്ളൂ, ഉദ്യോഗസ്ഥന്മാർ കുടുംബം. 300 കോടി രൂപ മുടക്കി നബാർഡിന്റെ സഹായത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രിക്ക് പണം അനുവദിക്കുന്നതിനെക്കുറിച്ച് പുനഃപരിശോധിക്കണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രിക്ക് സർക്കാർ എന്തിനു പണം നൽകണമെന്നും ധനമന്ത്രി ചോദിച്ചു. ഏക്കർ കണക്കിന് വയൽ നികത്താനുള്ള നീക്കം പുനഃപരിശോധിക്കാൻ റവന്യൂ വകുപ്പും ഉത്തരവിട്ടിരിക്കുകയാണ്. 2015 മെയ്യിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വികസനത്തിന് വേണ്ടി പരിസ്ഥിതിയെയും പരിസ്ഥിതിക്ക് വേണ്ടി വികസനത്തെയും മുരടിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഖനനം പൊതുമേഖലയിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കുന്നതായി ചടങ്ങിൽ പങ്കെടുത്ത കെ. മുരളീധരൻ എം.എൽ.എ. പറഞ്ഞു. തിരുവനന്തപുരത്ത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ പരിസ്ഥിതി നയം വ്യക്തമാക്കിയത്. നമ്മുടെ നാട്ടിൽ വികസനത്തിനു വേണ്ടി പരിസ്ഥിതിയുടെ കഥ കഴിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. പരിസ്ഥിതിക്ക് വേണ്ടി വികസനം തടയുന്ന നില ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഒരു സന്തുലിത സമീപനമാണ് നാം നിലനിർത്തേണ്ടത്. എങ്കിലേ പുതിയ കാലത്തിനൊത്ത് നമുക്ക് സഞ്ചരിക്കാനാവും. പൊതു ഉടമസ്ഥതയിൽ മാത്രമേ ഖനനം അനുവദിക്കുകയുള്ളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഖനനം പൊതു ഉടമസ്ഥതയിലാകണമെന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് LDF ഗവൺമെന്റ് ഉറച്ചു നിൽക്കുന്നത്. വന്യജീവികളുടെ സംരക്ഷണത്തിനൊപ്പം അവരിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കുന്നതിനും തുല്യ പ്രാധാന്യം നൽകുമെന്നും പിണറായി പറഞ്ഞു. അന്ധവും തീവ്രവും അശാസ്ത്രീയവുമായ പരിസ്ഥിതി മൗലികവാദ നിലപാടുകൾ നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി വിഷയങ്ങളിൽ നിയമം കർശനമാക്കണമെന്നും പിണറായി വിജയൻ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി ചടങ്ങിൽ കെ. മുരളീധരൻ എം.എൽ.എ. രംഗത്തെത്തി. അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതാണ്. ഞാനും കുറച്ചു കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്.
അതുകൊണ്ട് എനിക്കറിയാം, ആവശ്യത്തിൽ പകുതി മാത്രം ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ വില കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പരിസ്ഥിതി സംരക്ഷണമെന്നാൽ വികസനം തടയലല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി CPIMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. തിരുവനന്തപുരം പാങ്ങോട് മാർക്കറ്റിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തെ മാലിന്യമുക്തമാക്കാനും അതുവഴി മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ CPIM ആഹ്വാനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും CPIMന്റെയും വർഗബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. പരിസ്ഥിതിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനത്തിലും ആരും ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് CPIMന്റെ സമീപനം. അതിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും ഓരോ പദ്ധതികൾക്കും ഗവൺമെന്റ് രൂപം നൽകാൻ പോകുന്നത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വൃക്ഷത്തൈകളും നട്ടു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. മന്ത്രിമാർ, MLAമാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി DYFIയുടെ നേതൃത്വത്തിൽ ഈ മാസം 10 വരെ സംസ്ഥാന വ്യാപകമായി വൃക്ഷത്തൈകൾ നടും. വൃക്ഷത്തൈ നടീലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പൊട്ടക്കുഴിയിലെ AKG പാർക്കിൽ വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എൻട്രി വിത്ത് ലവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇടുക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ മമ്മൂട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. I pledge to protect. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പത്മശ്രീ ഭരത് മമ്മൂട്ടി ഭൂമിയുടെ നന്മയ്ക്കായി പ്രതിജ്ഞാവാചകം കുരുന്നുകൾക്ക് ചൊല്ലിക്കൊടുത്തത്. ഇടുക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടി പുതുതലമുറയ്ക്ക് പരിസ്ഥിതി സ്നേഹത്തിലേക്കുള്ള വഴികാട്ടിയായി. പേപ്പറിൽ തീർത്ത പേനയിൽ നിന്നും കുട്ടികളെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനായും നന്മയുടെ നാളേക്കായും കൈപിടിച്ചുയർത്തുന്ന എൻട്രി പദ്ധതിയും വിത്ത് ലവ് എന്ന പേരിൽ മരങ്ങൾ നട്ടുവളർത്താനുള്ള പദ്ധതിക്കും മഹാനടൻ മമ്മൂട്ടി കുരുന്നുകളെ സാക്ഷിയാക്കി തുടക്കം കുറിച്ചു. ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ നട്ടത് അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇക്കൊല്ലം വീണ്ടും മരം നടുന്നത്. കഴിഞ്ഞ കൊല്ലം നട്ട മരം അന്നത്തോട് പോയി. ഇക്കൊല്ലം അതേ സ്ഥലത്ത് വീണ്ടും അടുത്ത കൊല്ലവും അതേ സ്ഥലത്ത് മരം നടുന്ന അവസ്ഥയുണ്ടാവരുത്. ഒരു സ്ഥലത്ത് ഒരു മരമേ നടാവൂ. ആ മരത്തിനെ സംരക്ഷിക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ഉപയോഗിച്ച ശേഷം വലിച്ചെറിയപ്പെടുന്ന പേപ്പർ പേനയുടെ അറ്റത്ത് പൊതിഞ്ഞുവെക്കുന്ന അഗസ്ത്യമര വിത്ത് ഭൂമിയിൽ വളർന്ന് വരും തലമുറയ്ക്ക് ഭൂമിയുടെ പച്ചപ്പ് കാണിച്ചു നൽകും എന്നതാണ് വിത്ത് ലവിലൂടെ സംഘാടക ലക്ഷ്മി എൻ മേനോൻ കാട്ടിത്തരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യ ഉദ്യാന സംരംഭവുമായി EMS അക്കാദമി 2.5 ഏക്കർ സ്ഥലത്ത് 1000-ഓളം സസ്യ ഔഷധ വൃക്ഷത്തൈകളാണ് നട്ടുവളർത്തുക. ഇലഞ്ഞിത്തൈ നട്ടുകൊണ്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്യാനത്തിന് തുടക്കം കുറിച്ചത്. ജൈവ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന തിരുവനന്തപുരം EMS അക്കാദമി നഷ്ടപ്പെട്ട പ്രകൃതി സമ്പത്ത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിനാണ് ഇവിടെ പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായിരിക്കുന്നത്. EMS അക്കാദമിയിലെ 2.5 ഏക്കർ സ്ഥലത്താണ് ഉദ്യാനം തയ്യാറാകുന്നത്. ഇലഞ്ഞിത്തൈ നട്ടുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതിന് തുടക്കം കുറിച്ചു. 1000-ൽ പരം സസ്യ ഔഷധ വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുവളർത്തുക. തിരുവനന്തപുരത്തെ ജൈവ വൈവിധ്യ പാർക്കായി ഇത് വികസിപ്പിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ 1000-ൽ പരം വിവിധ തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ജൈവ വൈവിധ്യ പാർക്ക് എന്നുള്ള നിലയിൽ ഇത് ഭാവിയിൽ വികസിക്കും. അത്യപൂർവയിനം വൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ കൊണ്ട് കുട്ടികൾക്കായി നക്ഷത്രവനവും ഇവിടെ തയ്യാറാകും. ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ സംരക്ഷണമായി ഇതിന് സമീപത്തെ കുളവും മാറും. കുളത്തിൽ മത്സ്യകൃഷിയും ഉടൻ ആരംഭിക്കും. ഇത്തരം സംരംഭങ്ങളിലൂടെ അരുവികൾ, കുളം, കാവുകൾ എന്നിവ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രകൃതി സംരക്ഷണത്തിനാണ് CPIM ലക്ഷ്യം വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലബാർ ഡെവലപ്പേഴ്സും ജൈവ കാർഷിക സംരംഭമായ ഗ്രീൻ തമ്പും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും നടത്തി. മലബാർ ഡെവലപ്പേഴ്സിന്റെ പാർപ്പിട സമുച്ചയമായ സിൽവർ ലിൻഡനിൽ വൃക്ഷത്തൈ നട്ട് മുൻമന്ത്രി MK മുനീർ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ
AK നിഷാദ്, O അഷർ, സിയാദ് EA, ഷെറീന അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മുഴുവൻ ഷോറൂമുകളിലും ഉപഭോക്താക്കൾക്ക് ജൈവ പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗുകളും വിതരണം ചെയ്തു. സർക്കാരിന്റേത് നല്ല തുടക്കമെന്ന് MP വീരേന്ദ്രകുമാർ. അതിരപ്പള്ളിയിലും മുല്ലപ്പെരിയാറിലും എക്കാലത്തും ഒരേ നിലപാടുണ്ടാകണമെന്നില്ലെന്നും വീരേന്ദ്രകുമാർ കോഴിക്കോട് പറഞ്ഞു. തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുന്ന അന്ന് തന്നെ വിലയിരുത്തലൊക്കെ പൂർത്തിയാവും. നല്ല തുടക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അസംബ്ലി ഡിസ്കഷൻ വന്നിട്ടില്ല. ഇനി അതിരപ്പള്ളിയാണ് അല്ലെങ്കിൽ ഏതാണ് മറ്റേ മുല്ലപ്പെരിയാർ പ്രിപ്പയർ ഫോർ ഡിസ്കഷൻ. രാഷ്ട്രീയത്തിൽ ഇന്നും പഴയ നിലപാടല്ല, നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. ചലച്ചിത്ര നടൻ ജെയിംസ് സ്റ്റാലിൻ പെരേര അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. 1977 പുറത്തിറങ്ങിയ വരദക്ഷിണയിൽ തുടങ്ങി 80-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2001 കാക്കക്കുയിലാണ് അവസാന ചിത്രം. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 7-ന് മുരുക്കുംപുഴയിൽ നടക്കും. ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. മുഹമ്മദ് അലിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഒബാമ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ബിൽ ക്ലിന്റൺ മുഹമ്മദ് അലിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. കൈക്കരുത്തിൽ ലോകം കാൽക്കീഴിലാക്കിയവൻ ഇനിയില്ല എന്ന സത്യം കായിക ലോകം ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല. ലോകത്തിന്റെ കണ്ണും കാതും ആ ഇടിക്കൂട്ടിനെ പൊതിഞ്ഞു നിന്ന കാലത്തു നിന്നും മുഹമ്മദ് അലിയുടെ വിയോഗ വാർത്തയിൽ തരിച്ചിരിക്കുകയാണ് ലോകം. മുഹമ്മദ് അലിയുടെ സംസ്കാരം വെള്ളിയാഴ്ച ജന്മനാടായ കെന്റക്കിയിലെ ലൂയിവില്ലയിൽ നടക്കും. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ മുഹമ്മദ് അലിയുടെ സംസ്കാര ചടങ്ങിൽ സംബന്ധിക്കും. മുഹമ്മദ് അലിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ശവസംസ്കാര ചടങ്ങുകൾ ലോകമെമ്പാടുമുള്ള കായികപ്രേമികൾക്ക് ഓൺലൈൻ വഴി തത്സമയം കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മരണവാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ലോക നേതാക്കളുടെയെല്ലാം അനുശോചന പ്രവാഹമാണ്. US പ്രസിഡന്റ് ബറാക് ഒബാമ, ബിൽ ക്ലിന്റൺ, റൗൾ കാസ്ട്രോ അടക്കമുള്ളവർ ഈ മഹാതാരത്തിന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കായിക ലോകത്തിന് തീരാനഷ്ടമാണ് മുഹമ്മദ് അലിയുടെ വിയോഗമെന്ന് ബ്രസീലിയൻ ഫുട്ബോൾ താരം പെലെ അനുസ്മരിച്ചു. ഇടിക്കൂട്ടിലെ പേടി സ്വപ്നം, ബോക്സിംഗ് ചക്രവർത്തി മുഹമ്മദ് അലിക്ക് കായിക ലോകം ചാർത്തി നൽകിയ വിശേഷണങ്ങൾ അവസാനിക്കില്ല. ഇടിക്കൂട്ടിലെ കരുത്തുകൊണ്ട് മാത്രമല്ല, വർണ്ണവരയ്ക്കെതിരായ രാഷ്ട്രീയ നിലപാടിനാലുമാണ് ലോകം അലിയെ ഓർക്കുന്നത്. ഇടിനാദം നിലച്ചെങ്കിലും മുഹമ്മദ് അലി എന്ന മിന്നൽ പിന്നാർ ഇനിയും ജ്വലിക്കും. സ്പോർട്സ് ഡെസ്ക്.